സ്റ്റാർട്ടിംഗ് തന്നെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നൈറ്റ് ടൈമിൽ കൈവിടപ്പെട്ട ഒരു വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുകയാണ്. ഇവരെ കാണിച്ചുകൊണ്ട് തന്നെ നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെയാണെങ്കിൽ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ കരയണ സൗണ്ട് മാത്രം കേട്ടോണ്ടേയിരിക്കും. ഈ സൈഡ് ഇവരാണെങ്കിൽ ആ വീടിന്റെ ജനൽ കുത്തി തുറന്ന് ഉള്ളിലേക്ക് അടക്കും. അങ്ങനെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഓരോരുത്തരെ ഉള്ളിലേക്ക് അടക്കുകയാണ്. അതിൽ അവസാനം പേരിന് ഇവരായിരിക്കും ഹീറോ ആൻഡ് ഹീറോയിൻ. ഇവർക്കാണെങ്കിൽ പരസ്പരം ക്രഷ് ഉണ്ടാവും. പക്ഷേ ഇവർ രണ്ടാളും തന്നെ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല. ഇവിടെ ഇങ്ങനെ ചെറിയ റൊമാൻസ് സീൻ പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. ഇവരും അവിടേക്ക് പോയി നോക്കുമ്പോഴായിരിക്കും ഇവന്റെ ഫ്രണ്ട്സ് ഒരു ഗ്ലാസ് ബോട്ടിലിനെ പൊട്ടിച്ചിട്ടുണ്ടാവുക. ആൻഡ് ആ വീട്ടിൽ എന്താ നടന്നെന്ന കാര്യം പറയാൻ തുടങ്ങുകയാണ്. ആക്ച്വലി ഇവിടെ ഒരു ലേഡിന്റെ ആയിരിക്കും. അവന്റെ കൂടെയാണെങ്കിൽ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു ദിവസം ഈ ലേഡി കാണാതാവുക. പോലീസും വന്ന് അന്വേഷിക്കുകയാണ്. പക്ഷെ ആ ലേഡിന്റെ ബ്ലഡ് മാത്രമായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക. ആ ലേഡിയുടെ ബോഡി ഈ വീട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. ആൻഡ് നൈറ്റ് ടൈം ഈ വീട്ടിലേക്ക് വരുന്നവർക്ക് അവന്റെ പ്രേതത്തെ കാണാൻ പറ്റുന്നതാണ് വെളിയിലുള്ളവർ വിശ്വസിക്കുന്നത്. ഈ കഥ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ വന്ന കാര്യം തുടങ്ങുകയാണ്. ഇവർ ഈ വീട്ടിലേക്ക് ഔച്ച് കളിക്കാനായിരിക്കും വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഒരുത്തനാണെങ്കിൽ ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കട്ടെ പറഞ്ഞ 7 minutes in hell എന്ന് കളി കളിക്കാൻ പറയും. പക്ഷെ അത് കളിക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല. ഹീറോയിനെല്ലാം പേടിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോന്റെ കാര്യം പറഞ്ഞ് അവളെ പിടിച്ചിരുത്തും. ആരും മുന്നോട്ട് വരാത്തതുകൊണ്ട് ഹീറോനെ കളി തുടങ്ങി വെക്കുകയാണ്. ഈ ബോട്ടിൽ ചുറ്റിവിട്ടിട്ട് അത് ആരും നോക്കി നിൽക്കുന്നു. അവരുടെ കൂടെ ആയിരിക്കണം ഹീറോ 7 minutes ചെലവഴിക്കേണ്ടത്. ആ ബോട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ ഹീറോയിന്റെ നേർക്കായിരിക്കും. അങ്ങനെ ഇവർ രണ്ടാളും കൂടി തനിച്ചൊരു റൂമിലേക്ക് പോവുകയാണ്. രണ്ടാൾക്കും രണ്ടാളെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്ന് അറിയാതെ രണ്ടാളും സ്റ്റക്ക് ആയിക്കൊണ്ട് നിൽക്കും. പക്ഷെ ഹീറോ കുറച്ച് റൊമാൻറ്റിക് ആവാൻ നോക്കുകയാണ്. പക്ഷെ ഹീറോയിന്റെ ആണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. വന്ന കാര്യം നടക്കാത്തതുകൊണ്ട് തന്നെ ഇവൻ വെളിയിലേക്ക് പോകാൻ നോക്കും. പക്ഷെ വാതിലാണെങ്കിൽ വെളിയിൽ നേരെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവരും ഇവന്റെ ഫ്രണ്ട്സാണ് ചെയ്തത് പറഞ്ഞിട്ട് അവന്റെ പേര് പറഞ്ഞ കത്തുകയാണ്. പക്ഷെ ആ ടൈം ആയിരിക്കും അവന്റെ റൂമിലുണ്ടായിരുന്ന ബൾബ് ഫ്ലിക്കർ ആയിട്ട് ഫ്യൂസ് ആയി പോവുക. ഇരുട്ടിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ആ സെയിം കരയണ സൗണ്ട് വീണ്ടും കേൾക്കാനേ തുടങ്ങുകയാണ്. രണ്ടാളും പരസ്പരം നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഹീറോന്റെ ബാക്കിൽ നിന്ന് ഒരു പ്രേതം വന്ന് ഇങ്ങനെ കത്തുക. വന്ന പ്രേതം ഹീറോനെ ഇരുട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാണ്. അവിടെ അവനെ കടിച്ചതിന്റെ ചോര മാത്രം ഇവളുടെ കയ്യിലേക്കാവും. ആ ബ്ലഡായ കൈയോടെ തന്നെ ഡോർ ഓപ്പൺ ചെയ്യണം. ആ ഡോറും ഓപ്പൺ ആകും. ഇവളും വെളിയിലേക്ക് പോയി ഫ്രണ്ട്സിന് തപ്പാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടാവില്ല. ആ റൂമിൽ ആ ബോട്ടിൽ മാത്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവൾ അടുത്തേക്ക് പോകുന്നതോറും അതിന്റെ സ്പീഡും കൂടും. പക്ഷെ പെട്ടെന്നായിരിക്കും തിരിഞ്ഞുകൊണ്ടിരുന്ന ബോട്ടിൽ ഒരു സൈഡിലേക്ക് നോക്കി സ്റ്റോപ്പ് ആവുക. ആ സൈഡിൽ നിന്നാണെങ്കിൽ ആ സെയിം ലേഡിയുടെ പ്രേതം ഇവളെ ഹൗണ്ട് ചെയ്യാൻ പിന്നെയും വരികയാണ്. വന്ന പ്രേതമാണെങ്കിൽ ഇവളുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഇവളുടെ എക്സ്പ്രഷൻ എല്ലാം അത് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. ഇവള് കരയാണ്. അതേപോലെ ആ പ്രേതവും കരയാനേ തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്നായിരിക്കും ആ പ്രേതത്തിന്റെ ഫേസ് മാറുക. ഇവളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ ബാക്കിലേക്ക് ആ പ്രേതം പോവുകയാണ്. അവിടെയാണെങ്കിൽ ആ പ്രേതത്തിന്റെ ബോഡിയിലെ ഷിവറായിട്ട് വേറെ ഒരാളെപ്പോലെ മാറാൻ തുടങ്ങും. പക്ഷെ ആ പ്രേതം മാറിയതാണെങ്കിൽ ഇവളുടെ രൂപത്തിലേക്കായിരിക്കും. ഇവളെയും കൊല്ലാനേ വരികയാണ്. പക്ഷെ ഇവളാണെങ്കിൽ ഓടിപ്പോവും. പോയവള് നേരെ വെളിയിലേക്ക് ഓടാതെ നേരെ അപ്സ്റ്റെയറിലേക്ക് കയറി പോവുകയാണ്. പക്ഷെ അവിടെയാണെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും. താഴെ കിടന്ന ടോർച്ച് എടുത്ത് അടിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും ഒരു റൂമിന്റെ ഹാൻഡിൽ മുഴുവൻ ബ്ലഡ് ആയിട്ട് ഉണ്ടാവുക. ഇവളും അത് തുറന്ന് ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെ ഒരു സ്ക്രീൻ പോലെ ഉണ്ട്. അത് മുഴുവൻ ബ്ലഡ് ആയിട്ടുണ്ടാവും. അത് മാറ്റി നോക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ ഹീറോ ആണെങ്കിൽ കഴുത്തിൽ കടിച്ച രീതിയിൽ ഇരിക്കുന്നുണ്ടാവുക. ഹീറോ ഇവളിനെ കണ്ടത് ആകെ പേടിച്ചു പോവാണ്. കാരണം ഇവളുടെ രൂപത്തിലായിരിക്കും ആ പ്രേതം ഇവളിനെ ഹോണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഹീറോനാണെങ്കിൽ എങ്ങനെ സമാധാനിപ്പിച്ച് അവനെ താഴേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ താഴെയാണെങ്കിൽ ഇവന്റെ ഫ്രണ്ട്സ് ആരും തന്നെ ഉണ്ടാവില്ല. ഇവളും സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴായിരിക്കും ഇവർ ആദ്യം മുറിച്ച ബോട്ടിലിന്റെ പീസ് ഇവളുടെ കാലിൽ കുത്തി കയറുക. ഇവളും കത്തുകയാണ്. പക്ഷെ അതെങ്ങനെ കൺട്രോൾ ചെയ്യും. പക്ഷെ എന്നാലും ഒരു രക്ഷയില്ല. ബാക്കിലാണെങ്കിൽ ആ പ്രേതം സീലിംഗിലൂടെ നടന്നു വരുന്ന നിഴലിലൂടെ തന്നെ കാട്ടുകയാണ്. ഈ സീനിലായിരിക്കും ഹീറോ തന്നെയാണെന്ന് ഡൗട്ട് വരിക. ബിക്കോസ് ഹീറോയിന് തള്ളിയിട്ട് ഇവൻ ആ പ്രേതത്തിന്റെ അടുത്ത് നിന്ന് ഓടി പോവുകയാണ്. അവൻ അവിടെയുള്ള ഡോറിനുള്ളിലേക്ക് കയറി പോവുകയാണ്. താഴെ വീണ ഹീറോന്റെ മേലെയാണെങ്കിൽ വീണ്ടും ആ ഗ്ലാസ് പീസ് എല്ലാം കുത്തിണ്ടാവും. ഇവളും വേദനയിൽ കരയുമ്പോഴായിരിക്കും ഉള്ളിലേക്ക് പോയ ഹീറോ ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് വീഴുക. അവനെയാണെങ്കിൽ ബാക്കിൽ നിന്ന് ആരോ വലിച്ചു ഉള്ളിലേക്ക് കൊണ്ടുപോകുകയാണ്. അതിനുശേഷം ഡോറിന്റെ അടുത്ത് വെറും ബ്ലഡ് മാത്രം വരികയാണ്. ഇത് കാരണം ഇവളാണെങ്കിൽ അവിടെ ഓടി പോവുകയാണ്. ആ ബോർഡെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ കത്തിച്ച ക്യാൻഡിൽസ് മുഴുവൻ ഓഫ് ആവുകയാണ്. പെട്ടെന്നായിരിക്കും ബാക്കിൽ ഹീറോ വന്ന് ഇവളിനെ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവളുടെ കഴുത്തി പിടിച്ച് ഹീറോ കൊല്ലാനെ നോക്കുകയാണ്. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഇവളായി മാറും. അപ്പോഴായിരിക്കും വന്നത് ഹീറോ അല്ല പ്രേതമാണെന്ന് മനസ്സിലാവുക. അതിനുള്ളിൽ തന്നെ ആ പ്രേതം ഇവളെ കൊല്ലാനെ നോക്കും. ഹീറോയിനും അവിടെ വീണ് കിടന്ന ബോട്ടിലെടുത്ത് പൊട്ടിച്ച് ഇവളുടെ കഴുത്തിലേക്ക് കുത്തുകയാണ്. പക്ഷെ അപ്പോഴാണ് ടൈംസ് അപ്പ് എന്നുള്ള അലാറം ഓൺ ആവുന്നത്. അവിടെ മുഴുവൻ നോർമൽ ആവുകയാണ്. ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. ഹീറോയിൻ ഇപ്പോഴാണ് 7 മിനിറ്റിന് ശേഷം ആ കളി കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്നത്. ഇവളുടെ ബോഡി മുഴുവൻ ബ്ലഡ് ആയിട്ടുണ്ടാവും. അതാണെങ്കിൽ ഹീറോന്റെ ബ്ലഡും. ഇവളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. വന്നിരുന്ന ഹീറോയിനാണെങ്കിൽ കരയനെ തുടങ്ങുകയാണ്. സോ ഇതോടുകൂടി തന്നെ 7 minutes in hell എന്ന കളി അവസാനിക്കുകയാണ്. കൂടെ ഇവന്റെ കൂടെ വന്ന ഹീറോയിന്റെ ജീവനും. സോ ദിസ് ഈസ് യുവർ വോയിസ് ഓവർ മലയാളം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. സോ അടുത്ത വീഡിയോ കാണുമ്പോൾ ഐ എം യുവർ അപ്പു സൈനിങ് ഓഫ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.